ഞങ്ങളെ സരസും മറച്ച് വീണ് കാലടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ നടത്തിക്കുവാ. താമരപ്പൂവിൽ കുളിക്കൊന്നും വേണ്ട. മറിഞ്ഞ് വീണ് സർജറി ആയിട്ട് കാലൊടിഞ്ഞ് ഇവിടെ കിടന്നതാ. പക്ഷെ കിടന്നപ്പം വെളുത്ത് കേട്ടോ. അപ്പൊ ഞാൻ കറുത്ത്. ഓണാന്റെ പാടി. അയ്യോ ഇനി കുഴപ്പമില്ല. ഇതും കൂടെ ഒന്ന് ശരിയായാൽ മതി. ശരിയാവും. അമ്മ ചായ എടുക്കുവാണ്. അയ്യോ നാളെ വന്നിട്ട് ബർത്ത്ഡേ ആയിട്ട് ഭാര്യയ്ക്കൊക്കെ മേടിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ആവശ്യത്തിനൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പറയാനും പരാതിയൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്നിപ്പോൾ അച്ഛനെ കണ്ടൊരു ബിർക്കൻ സ്റ്റോക്ക് ആയിക്കോട്ടെ. ഒരു ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ ചില അലവലാദികൾ തെണ്ടികൾ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ പറയും വേറൊരാൾക്ക് എന്താ മേടിച്ചു കൊടുത്തത്. എൻ്റെ പിറന്നാളായിട്ട് വന്നണക്ക നീ എനിക്ക് ഒന്നും തന്നില്ലല്ലോടാ. അമ്മൂമ്മയ്ക്ക് പിറന്നാളായിട്ട് ഞാൻ സ്നേഹം തരുന്നില്ലയോ? നിങ്ങൾക്ക് എന്താ ഇവിടെ വേണ്ട? നിങ്ങൾക്ക് എന്താണോ ഞാൻ തരാത്തത്? അപ്പോ അതാ ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ അമ്മയെ കാത്തിരിക്കുന്നു. അമ്മിനിയമ്മോ ചായ ഇടുവാണ്. ചായ എനിക്ക് വേണ്ട. നീ പറഞ്ഞതാ വേണമെന്ന്. ചായ വേണമെന്നില്ല. അമ്മിനിയമ്മ പ്രേക്ഷകരെ കണ്ടിട്ട് കുറച്ച് നാളായി. നിങ്ങളുടെ ഫാൻസ്, നിങ്ങളുടെ ഓഡിയൻസ് എല്ലാവർക്കും ഞങ്ങളെ എല്ലാവർക്കും കായ് എടുക്കാൻ തെരഞ്ഞെടുപ്പ് വല്ലതും മത്സരിക്കുന്നുണ്ടോ? നേരെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇനി അങ്ങോട്ടും എൻ്റെ മോനോടും മോൻ്റെ കുടുംബത്തിനോടും എല്ലാവരോടും ഇതേ സപ്പോർട്ട് സ്നേഹം ഉണ്ടാവണം. അടുത്ത പടമൊക്കെ തുടങ്ങുന്നുണ്ട്. തങ്കുരങ്ങളെ വിളിച്ചോണ്ട് 4 പേർക്കും ഒരേ മുഖം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളാണ് ഞങ്ങളുടെ നേഴ്സ് പറഞ്ഞേ. അതിൽമാരാരുടെ മുഖം പോലിരിക്കുന്നത്. ഞാനേ എന്നെ ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കമ്പി കുത്തിയെടുക്കാൻ പോയപ്പം ആ 2 പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നു. അവർ പറയുന്നേ അഖിൽമാരാരുടെ മുഖം പോലും ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞേ അഖിൽമാരെ ഞാൻ അറിയുന്നു. ഈശ്വരനാണ് മുരുകനാണ് പറഞ്ഞേ. ഭഗവാനാണ് പറഞ്ഞേ അമ്മൂമ്മയുടെ ഉണക്കിരിക്കുമെന്ന് വിഷ്ണു. അഖിൽമാരായിരുന്നു പറഞ്ഞേ അമ്മൂമ്മയുടെ മുഖമായിരുന്നു വിഷ്ണുവിന്. വീട്ടിലെ പേരാ വിഷ്ണു. അല്ല അവര് പറഞ്ഞു ഇങ്ങനെ അഖിൽമാരായിരുന്നു. അപ്പൊ അങ്ങനെ ചുമ്മാതെ ഇറങ്ങിയതാ ഇങ്ങോട്ടൊക്കെ. ക്രിക്കറ്റ് കളിയുടെ ഫുള്ള് തിരക്കിലായിപ്പോയി. അപ്പം ജനുവരി എന്തോമാ അച്ഛൻ ഈ ചെരുപ്പ് കൊടുത്തേക്കണേ. ചായ കുടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ജനുവരി 17-ാം തീയതി നമുക്ക് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം. അയ്യോ ഞാനൊന്ന് തുടച്ചോട്ടെ. അപ്പം മാച്ച് കാണാൻ മറക്കരുത്. കേരള സ്ട്രൈക്കേഴ്സിനെ പരമാവധി സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നല്ല പ്രാക്ടീസിലൊക്കെയാണ്. എൻ്റെ വീട്, ജനിച്ചു വളർന്ന സ്ഥലം ഈ താഴെ കാണുന്നതായിരുന്നു ആക്ച്വലി അമ്മയുടെ പഴയ സ്ഥലം. അവിടെയാണ് ജനിച്ചതൊക്കെ. ഇതാണ് വീടിൻ്റെ ബാക്ക് വശം. ബാക്ക് വശം എന്ന് വെച്ചാൽ നമ്മുടെ വസ്തുവൊന്നുമല്ല, വയലാണ്. ഇവിടെ താഴെ വയലാണ്. എല്ലാം നമ്മുടെയാണെന്ന് പറയാം. എല്ലാം ഞങ്ങളുടേതാണല്ലോ. നമ്മുടേതാക്കാം വേണമെങ്കിൽ. വേണ്ട. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ ബഹളങ്ങളും പോസ്റ്റുകളും അടിയും വഴക്കുമൊക്കെ ആയിട്ട് ഞാനും വരും. പറയാനുള്ളതൊക്കെ പറയണ്ടേ. ആരെങ്കിലുമൊക്കെ കേരളത്തിൽ പറയാൻ വേണമല്ലോ. തങ്കുവോ? ഇല്ലല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ക്രിക്കറ്റിൻ്റെ പ്രാക്ടീസ് വന്നിട്ട് എനിക്കൊരു ഇനാഗുറേഷൻ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ അമ്മൂമ്മേ അപ്പം ബൈ ബൈ പറ. ബൈ ബൈ ബൈ. ഞാൻ നിങ്ങൾക്ക് വടി മേടിച്ചോണ്ട് തന്നില്ലേ? ഒരു വടിയാന്ന് 2 2 വടി മേടിച്ചോണ്ട്. അപ്പം ബൈ ബൈ.